നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ കീഴിൽ ഉള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് ഒരു സമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഹഗ്ഗിംഗ് ഡിപ്ലോമസി അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കൽ നയതന്ത്രത്തിന് വിജയമില്ലെന്നും ഇങ്ങനെ കാണുന്നവരെ മുഴുവൻ കെട്ടിപ്പിടിക്കുന്നതിൽ എന്തർത്ഥമാണോ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരാളെ സ്റ്റേജിലേക്ക് വരുത്തുകയും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് अब पता नहीं किसने डाला, कहां से घुसा कि भाई फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस फॉरेन पॉलिसी। एक चीज पूछ सकता हूं? हाँ, मिलनी समझ के तो नहीं पकड़ा था? ഇതിലെന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയും ചെയ്തു. അവിടെ വന്ന ആൾ തന്റെ റോൾ ഭംഗിയാക്കുക വേണ്ടിയിട്ടെന്നോണം ഇത് മെലോണി ആണെന്ന് കരുതിക്കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ 22 വർഷം കഴിഞ്ഞ് താങ്കൾ പാർലമെന്റിലെത്തിയിട്ട് വേണ്ടത്ര പ്രവർത്തന പാരമ്പര്യമായി താങ്കൾ ഒരു ഒപ്പോസിഷൻ ലീഡറാണ്. അതായത് ജനങ്ങൾ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റ് നടത്തുന്ന തെറ്റായ നയങ്ങളെ വിമർശിക്കുകയും രാജ്യത്തെ നേർവഴിക്ക് നടക്കാനും വേണ്ടിയാണ്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് താങ്കൾ പ്രധാനമന്ത്രിയാവാനാണ്. അതുകൊണ്ടാണല്ലോ താങ്കൾ ഒപ്പോസിഷൻ ലീഡർ. ഒരു ജനാധിപത്യത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോൾ പ്രവർത്തിക്കാനുള്ളത് ഒപ്പോസിഷൻ ലീഡറാണ്. ഒരു വൈബ്രന്റ് ഡെമോക്രസിയുടെ ലക്ഷണമാണ് ശക്തമായ ഒപ്പോസിഷൻ. അങ്ങനെ ഇരിക്കെ വ്യക്തിപരമായ കടന്നാക്രമണത്തിലേക്ക് കടന്നുകൊണ്ട് സംസാരിക്കുന്നത് തീർത്തും അനുചിതമാണെന്ന് സൂചിപ്പിക്കാതെ വയ്യ. ഇവിടെ താങ്കൾ ഒരു മിസോജിനിസ്റ്റ് ആവുകയാണ് ചെയ്തത്. താങ്കളുടെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ഫിഡൽ കാസ്ട്രോയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. തൻ്റെ ഒരു സഹോദരി എന്നാണ് ഫിഡൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഫിഡൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധിയെ ആലിംഗനം ചെയ്തുകൊണ്ട് തൻ്റെ സന്തോഷം അറിയിക്കുന്നതിൻ്റെ വീഡിയോ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇനി മൻമോഹൻ സിംഗ് ഒബാമയെ കാണാൻ പോയപ്പോൾ ഒബാമ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന പിക്ചറുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇതിനു മുന്നേ ജവഹർലാൽ നെഹ്റു ചൗവൻ ലായ് ചൈനീസ് പ്രീമിയറിനെ സ്വീകരിച്ചത് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ്. ചൈനീസ് പ്രീമിയർ ഇന്ത്യയിലേക്ക് വരികയും ചൈനയുടെ UN സെക്യൂരിറ്റി കൗൺസിലിലേക്കുള്ള പെർമനന്റ് മെമ്പർഷിപ്പിന് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാലത്താണ് ഇത് എന്ന് ഓർക്കണം. അങ്ങനെ കെട്ടിപ്പിടിച്ചു പോയ ശേഷമാണ് ഇന്ത്യയെ ചൈന ആക്രമിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ സോണിയാഗാന്ധി കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഹഗ്ഗിംഗ് ഡിപ്ലോമസി മോദിയായി തുടങ്ങി വെച്ചതല്ല എന്ന് മനസ്സിലാക്കുക. താങ്കളുടെ മുത്തച്ഛൻ, താങ്കളുടെ അമ്മുമ്മ, താങ്കളുടെ അമ്മ, താങ്കളുടെ അച്ഛൻ രാജീവ് ഗാന്ധി മുതലായവർ ഇത്തരം ഡിപ്ലോമസിയിൽ വിശ്വസിച്ചിരുന്നു, ഇതിനായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹഗ്ഗിംഗ് ഡിപ്ലോമസിയിൽ വലിയ തെറ്റൊന്നും കാണേണ്ടതില്ല. താങ്കൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കുള്ള ധർമ്മം പാലിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. താങ്കളുടെ പരാജയം മൂലമാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായത് തന്നെ. ഒരു നീറ്റ് എക്സാമിന്റെ പരാജയം ചൂണ്ടിക്കാട്ടി പ്രക്ഷോഭം നയിക്കേണ്ടത് ഒപ്പോസിഷൻ ലീഡർ എന്ന നിലയിൽ താങ്കളായിരുന്നു. എന്നാൽ അതിന് കഴിയാതെ വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഡമ്മി ആയിട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടി വരികയും താങ്കളുടെ ആ ചാൻസ് എടുത്തു മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് ആ ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്ന താങ്കൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം ഇത്തരം പേഴ്സണൽ അറ്റാക്കിലൂടെ താങ്കളുടെ തന്നെ വില കളയുകയാണെന്ന് പറയാതെ വയ്യ. E20 പെട്രോളിനെ കുറിച്ച് ഒരു വീഡിയോ മാത്രമാണ് കണ്ടത്. അതിനുശേഷം അതിനെക്കുറിച്ച് എന്തായി എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. താങ്കൾ ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേയിരുന്നാൽ അത് ഗവൺമെന്റിന് രക്ഷപ്പെടാനുള്ള വേദിയാകുമെന്നും അതുമൂലം കോൺഗ്രസ് പാർട്ടി എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കുമെന്നും മനസ്സിലാക്കുക. ഒരു പ്രതിപക്ഷ നേതാവ് ആകാൻ എക്സ്പീരിയൻസ് താങ്കൾക്കുണ്ട്. താങ്കളെ അഡ്വൈസ് ചെയ്യുന്നവർ താങ്കളെ ശരിയായി ഉദ്ദേശിക്കാത്തതാണോ അതോ അവർ നൽകുന്ന ഉപദേശം താങ്കൾ സ്വീകരിക്കാത്തതാണോ എന്ന് പിടികിട്ടുന്നില്ല. സത്യത്തിൽ ഇവിടെ ഇല്ലാത്തത് ഇന്ന് ശക്തമായൊരു ഗവൺമെന്റ് അല്ല, ശക്തമായൊരു പ്രതിപക്ഷമാണ്. അത് ആവാനുള്ള
ശ്രമങ്ങളാണ് താങ്കൾ നടത്തേണ്ടത്, വ്യക്തിപരമായ അധിക്ഷേപമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.